നിങ്ങളൊരു ബൈക്ക് യൂസർ ആണെങ്കിൽ നിങ്ങൾ നിർബന്ധമായി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ഒന്നാമത്തെ സ്റ്റെപ്പ്, നിങ്ങളുടെ ടയറിൻ്റെ പ്രഷർ എവറി വീക്കിലി നിങ്ങൾ ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ടയറിൻ്റെ ലൈഫിന് തന്നെ ബാധിക്കുന്നതാണ്. എവറി വീക്ക്ലി അല്ലെങ്കിൽ 2 വീക്ക് കൂടുന്ന സമയത്ത് നമ്മുടെ ചെയിനിൻ്റെ ലൂബ്രിക്കേഷൻ കറക്റ്റ് ആണോ, ചെയിനിലെ ലൂബ് കറക്റ്റായി അടിച്ച് ചെയിൻ ക്ലീനായി സൂക്ഷിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ചെയിനിൻ്റെ ലൈഫിനും ഭയങ്കരമായിട്ട് ഈ ചൂടുകാലത്ത് ബാധിക്കുന്നതാണ്. നിങ്ങൾ എൻജിൻ സൈഡിൽ ഏതെങ്കിലും രീതിയിലുള്ള മോഡിഫിക്കേഷൻ അതേപോലെ തന്നെ ഗാർഡ്സുകളൊക്കെ നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്ത് എൻജിൻ എങ്ങനെ സ്റ്റോക്ക് ഇരിക്കുന്നോ അതേ രീതിയിൽ വെച്ചില്ലെങ്കിൽ നമ്മുടെ വണ്ടിയിലേക്ക് എയർ എത്താനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് പിസ്റ്റം പിടിക്കാനും നിങ്ങൾക്ക് വലിയൊരു ക്യാഷ് ലോസ് ഉണ്ടാകാനുള്ള ചാൻസും കൂടുതലാണ്. നിങ്ങളൊരു ലോങ് പോകുന്നവരാണ്, അത്യാവശ്യം ഡെയിലി നല്ല ഓട്ടം ഉള്ളവരാണെങ്കിൽ എവരി 50 കിലോമീറ്റർ വണ്ടിക്ക് റെസ്റ്റ് കൊടുത്തിട്ട് തന്നെ ഓടാൻ നോക്കുക. മാക്സിമം വണ്ടിക്ക് റെസ്റ്റ് നിങ്ങളും റെസ്റ്റ് എടുത്ത് വെച്ച് നിങ്ങളുടെ ഹെൽത്തിനും വണ്ടീൻ്റെ ഹെൽത്തിനും വളരെയധികം ഉപകാരപ്പെടും. ഇതുപോലെ പ്രധാനമായി ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ എഞ്ചിൻ ഓയിലിൻ്റെ ലെവൽ. നമ്മൾ ലോങ് പോകുന്നവരാണെങ്കിൽ എവരി വീക്കിലി ചെക്ക് ചെയ്യണം. അതേപോലെ തന്നെ നമ്മൾ ലോക്കൽ ഓടുന്നതാണ് എവരി 2 വീക്ക് കൂടുമ്പോൾ എഞ്ചിൻ ഓയിലിൻ്റെ ലെവൽ ചെക്ക് ചെയ്യണം. കാരണം വെച്ചാൽ നല്ല ചൂടാണ്, എഞ്ചിൻ ഓയിൽ പെട്ടെന്ന് ബേൺ ആയി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ വണ്ടിയിലുള്ള കൂളൻറ്റുകൾ അല്ലെങ്കിൽ കൂളൻ്റ് വണ്ടികൾ, ലിക്വിഡ് കൂളിംഗ് ഉള്ള വണ്ടികൾ കൂളൻറ്റുകളും മസ്റ്റ് ആയിട്ട് തന്നെ കൂളൻ്റ് ലെവലും ചെക്ക് ചെയ്യണം. ഇത് ഏതെങ്കിലും കുറയുന്ന കണ്ടുവെച്ചാൽ വേഗം തന്നെ ഒരു വർക്ക്ഷോപ്പിൻ്റെ സഹായം തേടുക. ഇതേപോലത്തെ ഇൻഫർമേഷൻ വീഡിയോ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ കൂടുക. മറ്റൊരു ഇൻഫർമേഷനുമായി മറ്റൊരു കണ്ടന്റുമായിട്ട് വരുന്നവരെ സൈനിങ് ഔട്ട്.